നമസ്കാരം. ജ്യോതിട്രെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങളുടെ ഫലപ്രവചനം സുഗമമാക്കുവാൻ വേണ്ടി അവയെ അവയുടെ സ്വഭാവമനുസരിച്ച് പല ഘടകങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ തരംതിരിവുകളിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന കാറ്റഗറിയിൽ വരുന്ന തരംതിരിവുകളെക്കുറിച്ചും അവയുടെ ഫലത്തെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 27 നക്ഷത്രങ്ങളാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ 27 നക്ഷത്രങ്ങളെ 9 എണ്ണം വീതമുള്ള 3 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിനെ സൃഷ്ടി നക്ഷത്രങ്ങളെന്നും, രണ്ടാമത്തെ ഗ്രൂപ്പിനെ സ്ഥിതി നക്ഷത്രങ്ങളെന്നും, മൂന്നാമത്തെ ഗ്രൂപ്പിനെ സംഹാര നക്ഷത്രങ്ങളെന്നും വിളിക്കുന്നു. ഈ പറഞ്ഞ 3 ഗ്രൂപ്പുകളിൽ സൃഷ്ടി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആ വീഡിയോ കാണണമെന്നുള്ളവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ സ്ഥിതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ആദ്യം സ്ഥിതി നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി ഈ 9 നക്ഷത്രങ്ങളാണ് സ്ഥിതി നക്ഷത്രങ്ങൾ എന്ന കാറ്റഗറിയിൽ വരുന്നത്. സ്ഥിതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അല്പം മൂർച്ചയുള്ള സ്വഭാവത്തിനുടമകളായിരിക്കും. എന്ന് വെച്ചാൽ ഇവരോട് ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിച്ചു വേണം ഇടപെടുവാൻ. മറ്റുള്ളവരോട് ഇടപെടുന്ന പോലെ ഇവരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ അത് പല വിപരീത ഫലങ്ങളിലും ചെന്നെത്തി നിൽക്കും. കാരണം ഇവർ വളരെയധികം സെൻസിറ്റീവ് ഉള്ളവരാണ്. ഇവരോട് സമീപിക്കുമ്പോൾ അല്പം മയത്തിലും തഞ്ചത്തിലുമൊക്കെ വേണം ഇടപെടാൻ. നമ്മൾ കളിയായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് ഇവരുടെ മുന്നിലാണെങ്കിൽ അല്പം കരുതൽ വേണം. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ചില സമയങ്ങളിൽ ഇവർ വയലൻ്റ് ആകുന്നത് കാണാം. ഇവരെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതൊന്നും ഇവർക്കിഷ്ടമല്ല. പെട്ടെന്ന് ആത്മാഭിമാനത്തിന് ക്ഷതം തട്ടുന്നവരാണ്. നമ്മുടെ സംസാരത്തിൽ നിന്നും അങ്ങനെ ഒരു തോന്നൽ ഇവർക്കുണ്ടായാൽ പിന്നെ ഇവർ വല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരാണ്. മാത്രമല്ല ഇവരുടെ ഉള്ളിൽ അപമാനം മൂലം ഒരു മുറിവ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും ഇവരത് മറക്കാറുമില്ല. തൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കാൻ മിടുക്കുള്ളവരാണ്. ഇവരുടെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കുവാൻ പാടാണ്. എങ്കിൽ തന്നെയും ആരെയും പറ്റിക്കാനും ചതിക്കാനുമൊന്നും ഇവർ ശ്രമിക്കാറില്ല. ആർക്കും ദോഷം വരാത്ത ഇവരുടെ തന്നെ സ്വകാര്യതകളാകും ഇവർ ഉള്ളിൽ സൂക്ഷിക്കുക. നമുക്ക് പെട്ടെന്ന് അടുക്കുവാൻ എളുപ്പമുള്ളവരാണെന്ന് തോന്നുമെങ്കിലും ഇവരോട് അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇവരോട് കൂടുതൽ അടുക്കുവാൻ പാടാണെന്ന്. ഇവർ ഓരോരുത്തർക്കും അർഹിക്കുന്നതായ ഒരു അതിർത്തി വരമ്പ് നേരത്തെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് ഇവരോട് കൂടുതൽ അടുക്കുവാൻ ആരാലും സാധ്യമല്ല. എത്ര തന്നെ ഇവരോടടുത്താലും പൂർണ്ണമായി ഇവരെ മനസ്സിലാക്കുവാൻ പാടാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണ് ഇവരുടെ മനസ്സ് എന്ന് പറയുന്നത്. ഇവർ ആശ്രിത വത്സരരാണ്. തന്നെ ആശ്രയിച്ച് വരുന്നവരെ ഇവർ ഒരിക്കലും കൈവെടിയാറില്ല. പക്ഷേ ഇവർക്ക് ഒരാളോടുള്ള സ്നേഹവും കരുതലുമൊക്കെ എത്ര നാളത്തേക്കുണ്ടാകുമെന്ന് ആരാലും പ്രവചിക്കുവാൻ സാധ്യവുമല്ല. ഒരു കൈ കൊണ്ട് തല്ലുകയും മറുകൈ കൊണ്ട് തലോടുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് നമ്മോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളം ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് അവരോടുള്ള സ്നേഹവും കൂറും എന്ന് തീരുന്നുവോ അന്നു മുതൽ അവരും നമ്മെ വെറുത്തു തുടങ്ങും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തികൾ കാരണം ഇവർ നമ്മെ വെറുക്കുകയും നമ്മോട് വിരോധം വെച്ച് പുലർത്തുകയും ചെയ്താലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള ഒരു സ്നേഹം എപ്പോഴും തങ്ങി നിൽപ്പുണ്ടാകും. അതവർ പുറമേ പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും മരണം വരെ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇവർ ഇതാരോടും പറയാറില്ലെന്ന് മാത്രം. ദേഷ്യം വരുമ്പോൾ കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞാലും ഇവരെ കൊണ്ട് അതിനൊന്നും കഴിയാറില്ല. എന്നാൽ ഇവരെ വാശി കയറ്റുന്നത് അപകടകരമാണ്. ഇവരുമായി ഒരു പ്രശ്നമുണ്ടായാൽ അത് അവിടെ കളയുക. എന്നാൽ ഇവരുടെ പിന്നാലെ നടന്ന് ഇവരെ വാശി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവർ വെറുതെ ഇരുന്നെന്ന് വരില്ല. വെറുതെ ഇരിക്കുവാൻ ഇവർക്കിഷ്ടമാണ്. പക്ഷേ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വിശ്രമമില്ല. ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഇവർ നന്നായി പരിശ്രമിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതം സംഘർഷഭരിതമായിരിക്കും. ജീവിതവുമായി ഇവർക്ക് നിരന്തരം പോരാടേണ്ടി വരുന്നു. ഇതിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവർക്കിടയിൽ നിലയും വിലയും കിട്ടാറുള്ളൂ. ഇവർക്ക് ഭാഗ്യം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരല്ല, മറിച്ച് ഇവരുടെ അധ്വാനം കൊണ്ടായിരിക്കും ഇവർ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും കയറി പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ചു നിന്ന് പറയാം, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന്. തൻ്റെ കഴിവിൽ അഭിമാനം കൊള്ളുന്നവരാണ് തൻ്റെ ഭാഗ്യദോഷത്തിൽ ദുഃഖിക്കുന്നവരും. താൻ സ്നേഹിക്കുന്നവരോട് അല്പം അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നവരാണ്. മാത്രമല്ല അവരോട് അല്പം കരുതലും കാണിക്കാറുണ്ട്. ഇവർക്ക് ഒരാളോടുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമായിരിക്കും. സ്നേഹം അഭിനയിക്കാനൊന്നും ഇവരെ കിട്ടാറില്ല. ഒരു നേരേവാ നേരെപ്പോ ശൈലിയായിരിക്കും ഇവരുടേത്. പ്രണയ പരാജയങ്ങളും ദാമ്പത്യ പരാജയങ്ങളും ഒത്തിരി സംഭവിക്കുവാൻ സാധ്യതയുള്ളവരാണ്. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു കരുതൽ എപ്പോഴും വേണം. വർഷങ്ങൾ പഴക്കമുള്ള ഇവരുടെ പ്രണയബന്ധങ്ങളോ ദാമ്പത്യ ബന്ധങ്ങളോ നീർക്കുമിളകൾ പോലെ പൊട്ടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്.
ഏത് കാര്യത്തിലും വല്ലാതെ വികാര വിക്ഷോഭത്തിൽപ്പെട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഈ ഒരു സ്വഭാവം പല ദാമ്പത്യ ബന്ധങ്ങളും ചിതറിച്ച് കളയാറുണ്ട്. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു. അതായത് ഒരു രീതിയിൽ നന്നായി ജീവിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവരുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറിപ്പോകാറുണ്ട്. പിന്നെ ഇവർക്ക് പുതിയ ബന്ധങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ ജീവിത രീതികൾ, അങ്ങനെ ഇവർ അടിമുടി മാറിപ്പോകുന്ന സന്ദർഭങ്ങളും ധാരാളം കണ്ടുവരുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ചില ചതികളും വഞ്ചനകളും ഉണ്ടാകാറുമുണ്ട്. എന്തൊക്കെ നേടിയാലും ഇവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദുഃഖം ഇങ്ങനെ ഘനീഭവിച്ച് കിടപ്പുണ്ടാകും. പോയിപ്പോയ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഓർമ്മപ്പെടുത്തലുകളുടെ നീരുറവ എന്ന പോലെ അതിവരുടെ മനസ്സിൽ മങ്ങാതെ മായാതെ ജീവൻ തുടിച്ചു നിൽപ്പുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.